ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇൻ്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ബാക്കി ഭാഗമാണ്. ടോപ്പിക്കിൻ്റെ പേര് ഫാക്ടേഴ്സ് ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാത്ത ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. In the classical model, output is supply determined and aggregate demand affects only the price level. ഇപ്പോൾ ക്ലാസിക്കൽ മോഡലിൽ സമ്പദ് വ്യവസ്ഥയിൽ ഔട്ട്പുട്ടിനെ നിർണ്ണയിക്കുന്നത് സപ്ലൈ ഫാക്ടേഴ്സ് ആണ്. പ്രൈസ് ലെവലിനെ മാത്രമാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് സ്വാധീനിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് നോക്കാം. Factors that do not affect output and employment in the classical model are the following. പ്രധാനമായിട്ടും അതിൽ 5 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്നാമത്തെ ഫാക്ടർ അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ചോദനം. രണ്ടാമത്തെ ഫാക്ടറാണ് മണി സപ്ലൈ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രധാനം. മൂന്നാമത്തെ ഫാക്ടർ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ വില നിലവാരം. നാലാമത്തെ ഫാക്ടറാണ് ലെവൽ ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്. 5 ടാക്സ് പോളിസി. ഇനി നമുക്ക് ഓരോന്നിലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് കനോട്ട് ചേഞ്ച് ഔട്ട്പുട്ട് ബിക്കോസ് ദ ഇക്കോണമി ആൾവേസ് ഓപ്പറേറ്റ്സ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സിന് ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? ഒരു സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. സിൻസ് ആൾ റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്, ഔട്ട്പുട്ട് ഈസ് ആൾറെഡി അറ്റ് ഇറ്റ്സ് മാക്സിമം. അതായത് ഇവിടെ എല്ലാ വിഭവങ്ങളെയും പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതിൻ്റെ മാക്സിമത്തിൽ ആയിരിക്കും. പരമാവധി ഉൽപ്പന്നമാണ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനി ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൺലി ലീഡ്സ് ടു ഹയർ പ്രൈസസ്, നോട്ട് ഹയർ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന വർധനവ് പ്രൈസ് വർദ്ധിക്കുന്നതിന് മാത്രമാണ് കാരണമാകുന്നുള്ളൂ, ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ നോക്കാം, മണി സപ്ലൈ. ചേഞ്ചസ് ഇൻ മണി സപ്ലൈ വിൽ നോട്ട് എഫക്റ്റ് റിയൽ ഔട്ട്പുട്ട് ഇൻ ദി ക്ലാസിക്കൽ മോഡൽ ബിക്കോസ് മണി ഈസ് ന്യൂട്രൽ. ഇനി മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ക്ലാസിക്കൽ മോഡലിൽ റിയൽ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, യഥാർത്ഥ ഉൽപ്പന്നത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ക്ലാസിക്കൽ തിയറിയിൽ പണം എന്ന് പറയുന്നത് ന്യൂട്രലാണ്, നിഷ്പക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മണി ന്യൂട്രൽ എന്ന് പറയുന്നത്? Money is neutral when changes in the money stock lead only to changes in the price level and leaves unchanged variables such as output and employment. അതായത് മണി സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം പ്രൈസ് ലെവലിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ റിയൽ വേരിയബിൾസിൽ മാറ്റങ്ങൾ വരുത്താൻ അതിന് കഴിയില്ല. അതുകൊണ്ടാണ് പണത്തിനെ ന്യൂട്രലായിട്ട് പരിഗണിക്കുന്നത്. ഇനി എന്താണ് മണി സപ്ലൈ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള പണത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് മണി സപ്ലൈ. അപ്പോൾ ഈ മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രൈസ് ലെവലിനെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നുള്ളൂ, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവയെ ബാധിക്കുന്നില്ല. മൂന്നാമത്തെ ഘടകമാണ് പ്രൈസ് ലെവൽ. ഔട്ട്പുട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ജനറൽ പ്രൈസ് ലെവൽ. ഇവിടെ പറയുന്നത് ഔട്ട്പുട്ടും ജനറൽ പ്രൈസ് ലെവലും തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല, അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് പ്രൈസ് ലെവലിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഔട്ട്പുട്ടിൽ മാറ്റം വരില്ല. എ ചേഞ്ച് ഇൻ പ്രൈസസ് ലീഡ്സ് ടു പ്രൊപ്പോർഷണൽ ചേഞ്ചസ് ഇൻ നോമിനൽ വേജസ് ആൻഡ് മണി ഡിമാൻഡ്, ലീവിംഗ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് അൺഎഫക്റ്റഡ്. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആനുപാതികമായിട്ട് നോമിനൽ വേജസിലും അതേപോലെ മണി ഡിമാൻഡിലുമാണ് മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ, ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും അത് സ്വാധീനിക്കുന്നില്ല. അതാണ് പ്രൈസ് ലെവലിനെ കുറിച്ച് പറയുന്നത്. ഇനി നാലാമത്തെ ഘടകമാണ് ലെവൽ ഓഫ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ സ്വാധീനം എന്താണ്? An increase in government spending based on borrowing will not affect total output because of the crowding out effect. ഇവിടെ ബോറോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിപ്പിച്ചത് എങ്കിൽ അതൊരിക്കലും ടോട്ടൽ ഔട്ട്പുട്ടിനെ സ്വാധീനിക്കില്ല. അതിൻ്റെ കാരണമായിട്ട് എന്താ പറയുന്നത്? ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് ആണ്. ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് റെഫേഴ്സ് ടു എ fall in private investment as a result of a rise in government expenditure. ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ കൂടുന്നതിൻ്റെ ഫലമായിട്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കുറയുന്നതിനെയാണ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. When the government increases its demand for credit, the interest rate goes up. ഇപ്പോൾ ഇവിടെ
ഗവൺമെൻറ് ക്രെഡിറ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് മീൻസ് ലോൺ അല്ലെങ്കിൽ ബോറോയിങ്സ്. ആ ബോറോയിങ്സിൻ്റെ ഡിമാൻഡ് ഗവൺമെൻറ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ നിരക്ക് വർദ്ധിക്കുന്നു. ദ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ലീഡ്സ് ടു എ റിഡക്ഷൻ ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ടാകുന്ന വർധനവെന്തിന് കാരണമാകും? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതിന് കാരണമാകുന്നു. കാരണം ഇൻവെസ്റ്റ്മെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവാണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ ഘടകമാണ് ടാക്സ് പോളിസി, ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങൾ. ടാക്സ് ചേഞ്ചസ് വിൽ നോട്ട് എഫക്റ്റ് ഔട്ട്പുട്ട് ഇൻ ദ ക്ലാസിക്കൽ മോഡൽ ബിക്കോസ് ഓഫ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഇനി ടാക്സിലുണ്ടാകുന്ന മാറ്റങ്ങളും ക്ലാസിക്കൽ മോഡൽ പ്രകാരം ഔട്ട്പുട്ടിനെ സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയാണ്. വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ടാക്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാത്തത്. എക്സാമ്പിൾ, a reduction in taxes leads to an increase in disposable income, leading to a increasing demand. ഇപ്പോൾ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കൂടുന്നു. ഡിസ്പോസിബിൾ ഇൻകം ഓൾറെഡി നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഒരാൾക്ക് അയാളുടെ വരുമാനത്തിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന വരുമാനത്തിനെ പറയുന്ന പേരാണ് ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ കൂടുതൽ പണം കൈവശം വരുമ്പോൾ ആളുകൾ കൺസംഷന് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നത്. ഓൺ ദി കോൺട്രറി, ആൻ ഇൻക്രീസിംഗ് ടാക്സ് ലീഡ്സ് ടു എ റിഡക്ഷൻ ഇൻ ഡിസ്പോസിബിൾ ഇൻകം, ലീഡിംഗ് ടു എ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇനി ഗവൺമെൻറ് ടാക്സ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം കുറയും, ആളുകൾക്ക് ചെലവാക്കാൻ ആവശ്യമായ പണം ലഭ്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കൺസംഷന് വേണ്ടി ചെലവാക്കുന്നത് കുറയ്ക്കുന്നു, അതിലൂടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ദിസ് വിൽ റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ പ്രൈസസ് ബട്ട് ഔട്ട്പുട്ട് റിമെയിൻസ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ടാക്സിൽ മാറ്റം വരുത്തുമ്പോൾ പ്രൈസ് ലെവലിൽ മാത്രമാണ് മാറ്റം വരുന്നത്, പക്ഷേ ഔട്ട്പുട്ട് അപ്പോഴും എന്തായിരിക്കും? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാത്ത ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് എല്ലാവരും നന്നായിട്ട് കാണുക. താങ്ക്